കനിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെന്റെ ആശ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി. മക്കളെങ്കിൽ പോയെന്ന് ഉറങ്ങിക്കോ. ഇന്നലെ ലേറ്റ് ആയില്ലേ കിടന്നേ, ഇനിയിപ്പോ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ആ ശരിയാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി കിടക്കോണേ. ഓ തന്തളത്താണിക്കോണം തന്നെ, ഒരു മാറ്റവും ഇല്ല. ഞാൻ തോന്നാടി പോയിന്റ് ചെയ്തേ. അല്ലടേതാ നിന്റെ അനിയം കേട്ടപ്പോഴേ ഓടി. നീ പോണില്ലേ? അയിനി ഓടാൻ മാത്രമേ ഇന്നലെ എനിക്ക് എന്താ ഉണ്ടായേ? എന്താടാ പറഞ്ഞേ? ഒന്നുമില്ല ടെസ കൊച്ചേ. മക്കളെ എങ്കിൽ നിങ്ങളും ചെല്ല്, പോയി കിടന്നോ. ഞാൻ ഫുഡ് റെഡി ആകുമ്പോ വിളിക്കാം. അയ്യോ വേണ്ട ടെസമ്മേ, ഞങ്ങളും കൂടി സഹായിക്കാം. അതെ ടെസമ്മേ, ഞങ്ങളും കൂടി സഹായിക്കാം. അയ്യോ വേണ്ട വേണ്ട, നിങ്ങ പൊക്കോ. ഇന്നെന്തായാലും നിങ്ങ റെസ്റ്റ് എടുക്ക്. നാളെ ഇനിയും കിടക്കുന്നല്ലോ, ഇനിയും അപ്പൊ സഹായിക്കാം. ചെല്ലു ചെല്ലു ചെല്ലു. ഓ ഈ അമ്മയുടെ കാര്യം പറഞ്ഞ ആ കൊള്ളാം. കട്ടില് കണ്ടപ്പോളെ തൂങ്ങിയ. എന്തോന്ന് മനുഷ്യനിത്. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഞാൻ. ഇപ്പൊ കിടക്കുന്ന കണ്ടില്ലേ? നീ കിടക്കാം അങ്ങോട്ടേക്ക്. ഓ ശല്യപ്പെടുത്തടി പെണ്ണ്. ഇവിടെ വാടി. ഓ എവിടെ തന്നെ? എന്താണ് തനിക്ക് വേണ്ടേ? എന്താ വേണ്ടെന്ന് പറഞ്ഞാ തരൂ. ഓച്ചി നീ ഇരിക്കാം അങ്ങോട്ടേക്ക്. എന്താ എന്തുവാ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നേ? എന്തിനാ ഇങ്ങനെ എന്നെ നോക്കുന്നേ? എന്റെ ഭാര്യ, എന്റെ പ്രോപ്പർട്ടി ഞാൻ എങ്ങനെ വേണേലും നോക്കും. എന്തേ? തന്റെ ഭാര്യ ഏത് വകയില്? ദീ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ വകയില്. അതാ എന്റെ ഏറ്റവും വലിയ കഷ്ടം. എന്താ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും മുടങ്ങില്ല. ഒന്നങ്ങാട് നീങ്ങിക്കോ തമ്പരാൻ. പറ്റത്തില്ല. ആഹാ താൻ മാറണ്ട, ശരിയാക്കി തരട്ടെ. മാറിക്കാൻ അങ്ങോട്ടേക്ക്. ഇവിടെ വാടി. മരപ്പട്ടി, പട്ടി, തെണ്ടി, നാരി, ചെറ്റ. എന്തുവാടി വിളിക്കുന്നേ? എന്റെ ഫസ്റ്റ് ഗസ്സും കൊണ്ടുപോയി നാറി, സെക്കൻഡ് ഗസ്സും കൊണ്ടുപോയി നാറി. എന്റെ ജീവിതം തലഞ്ഞേ. എന്തൊക്കെ എക്സ്പെക്ടേഷൻ വെച്ച എന്റെ കിസിനെ കുറിച്ച് അതൊരു മരപ്പെട്ടി കൊണ്ടുപോയി. അയ്യ എന്റെ കിസ് പോയേ. എടി 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 എടി, ഞാൻ നിന്റെ കെട്ടിയോനാ, എനിക്കതിനുള്ള അവകാശമുണ്ട്. പിന്നെ തേങ്ങ കൊല, അയാൾക്കൊരു അവകാശം കഴിക്കാൻ കൂടിയേക്ക്. എങ്ങോട്ടേക്ക് പോവാ? കുളിക്കാൻ പോവാ. അതെ വരുന്നോ? വേണമെങ്കിൽ ഒരു കൈ നോക്കാം. വേണ്ടായിരുന്നു. മക്കളെ എങ്കിൽ പിന്നെ നിങ്ങൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കിക്കോ. ഇനിയിപ്പോ അവിടെ ചെല്ലണ്ടേ അല്ലേ? അവിടെ ഇപ്പോ അന്യ ഐസക്കും നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇവർക്ക് ഉണ്ടാവൂലേ അവരെ കാണണമെന്നാഗ്രഹം. ഇത്ര നേരവും ഇല്ലേ? ആ അമ്മേ, ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. പിന്നെ അമ്മേ, 3 ദിവസം കഴിഞ്ഞാ ഞങ്ങ വീണ്ടും ജോലി കയറാൻ തുടങ്ങോട്ടോ. ഇത്ര പെട്ടെന്നോ? ആ ഇത്ര പെട്ടെന്നോ? എന്തിനാ ഇത്ര പെട്ടെന്നൊന്നും കയറണ്ട, അതേ കയറിയാ പോരെ നമുക്ക്. ഡാ പൊട്ടാ, നാളെ വർക്ക് കുറേ ഉണ്ട്. ഇനിയും നമ്മ ഇങ്ങനെ ലീവ് എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ഒന്നും കൂടെ ഉള്ളു. ഇപ്പൊ തന്നെ ഒരുപാടായില്ലേ ലീവ് എടുത്ത് കൂട്ടിയിട്ട്. ഓ എന്ത് കഷ്ടം ഇത്, പണ്ടാരം പഠിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യനൊന്നും എന്റെ ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ച നാട്ടക്കത്തില്ല. ഈ മനുഷ്യൻ തൻ്റെ നിക്കണം തന്നെ. എല്ലാത്തിലും ഒരു മാച്ച്നെസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. എടാ എന്റെ പൊന്നു മോനല്ലേ, നീ ഒന്ന് വായിച്ചു വീടാ. നീ എന്ത് പറഞ്ഞാലും എന്റെ തലയിലേ വന്ന് വീഴുള്ളു. എത്തുവാടേ. വെറുതെ ഒന്നല്ലല്ലോ പപ്പ. പപ്പ കൊച്ചു കള്ളനല്ലേ? എന്ത് എന്ത് കൊച്ചാളെ? എന്തുവാടാ നീ ഉദ്ദേശിച്ചേ?
പിന്നെ ഒന്നും അറിയാത്ത പോലെ. വെറുതെ അല്ല, ഞാനും ഏതനും തമ്മിൽ 1 വയസ്സ് ഡിഫറൻസ്. എനക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പോണ വൃത്തിയിട്ടവന്. അമ്മ, അമ്മക്ക് വല്ല മോനും മാറിപ്പോയതാണോ ഇനി ഹോസ്പിറ്റലിൽ നിന്ന്? മാറിയിട്ടൊന്നുമില്ലടാ. കറക്റ്റ് അച്ചടിച്ച വെച്ച പോലെയല്ലേ തന്താന, അതുകൊണ്ട് എങ്ങനെ മാറാനാ? താനാ കാര്യമൊന്നും മിണ്ടരുത്. എനിക്കല്ലേ കിട്ടാത്ത മുന്തിരി പുളിക്കും. അവള് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ താൻ സിസ്റ്റർ കളിക്കാൻ നിന്നോണ്ടല്ലേ ഇമ്മാതിരി പണി കിട്ടിയത്. ഇപ്പൊ അനുഭവിക്കണോണ്ടല്ലേ ഇപ്പൊ എന്നെ കാണുമ്പോ അസൂയ. ഡാടാ വെറുതെ ഇല്ലടാ. എല്ലാം അറിയുന്നുണ്ടോ എന്തോ. തിന്നുന്ന കണ്ടില്ലേ? എന്തറിയ, ഞാനല്ലേ അനുഭവിക്കുന്നു. അനിയൻ നേരത്തെ കയറി ഗോളടിച്ച്. ഞാനിവിടെ ഇപ്പോഴും സന്യാസായിട്ട് ജീവിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മമ്മേ, ആ ലെഗ് പീസ് ഇങ്ങനെ എടുത്തിട്ടെ. ഓ തരാടെ ചക്ക, നിന്റെ ലെഗ് പീസ് ആരും കൊണ്ടുപോകത്തൊന്നുമില്ല. ഒരു മനുഷ്യൻ. എങ്കിൽ ശരി അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാണേ. ആ മോനെ, നോക്കിയും കണ്ടു പോണേ നിങ്ങൾ. ആ അമ്മേ, ബാബാ എല്ലാരും കേറി വന്ന്. ഫ്രണ്ടിലോ? പിന്നെ ഫ്രണ്ടിലല്ലാണ്ട് പിന്നെ നീ എവിടെ പോയിരിക്കും? ഞാൻ ഫ്രണ്ടിലിരിക്കൂല, ഞാൻ ചേച്ചിയോടൊപ്പം ഇരുന്നോളാം ബാക്കിൽ. അവക്കടൊപ്പോ ഞാനുണ്ട്, നീ ഇരിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. എന്തോന്ന്? ഞാൻ ചേച്ചിയോടൊപ്പം ഇരിക്കുള്ളു. ഞാൻ എന്റെ ഭാര്യയോടൊപ്പം ഇരിക്കുള്ളു. പിന്നെ തനിക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ പോയിരുന്നാണ്ട. എനിക്ക് പറ്റത്തില്ല, ഞാൻ എന്റെ ഭാര്യയോടൊപ്പം ഇരിക്കത്തുള്ളൂ. പറ്റൂല, ഞാൻ എന്റെ ചേച്ചിയോടൊപ്പം ഇരിക്കും. ഞാൻ എന്റെ ഭാര്യയോടൊപ്പം ഇരിക്കുള്ളൂ. ഞാൻ എന്റെ ചേച്ചിയോടൊപ്പം ഇരിക്കുള്ളു. ഞാൻ എന്റെ ഭാര്യയോടൊപ്പം ഇരിക്കുള്ളൂ. ഞാൻ എന്റെ ചേച്ചിയോടൊപ്പം ഇരിക്കുള്ളു. രണ്ടൊന്നും നിർത്തുന്നുണ്ടോ? എനിക്ക് ഫ്രണ്ട് ഇരിക്കണ്ട ചേച്ചി. ദേ ലിയ ഒറ്റ അടി വെച്ചിട്ട് ഞാൻ പിടിച്ചിട്ട് ഇത്രയും വലുതായി കെട്ടും കഴിഞ്ഞിട്ട് കുട്ടികളെ പറയട്ടിലാക്കണം. ഏതൻ നിന്നെ കെട്ടിയവനല്ലേ, നീ ഏതന്റെ ഒപ്പം തന്നെയല്ലേ ഇരിക്കേണ്ടത്. പിന്നെന്തുവാ? എനിക്ക് ഫ്രണ്ട് ഇരിക്കണ്ട. എന്താ കാര്യം? അതെനിക്ക് ഛർദിക്കാൻ വരും. പിന്നെ എപ്പോ ഒന്നും ഇല്ലാത്ത ഛർദിലാണല്ലോ ഇപ്പൊ. മര്യാദക്ക് ഫ്രണ്ടിലിരുന്നോളാം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ വടി എടുത്തടിക്കുന്നില്ല. ചേച്ചി ഒന്ന് പോയ പെണ്ണെ, മനുഷ്യര് കൊറേ നേരം ചോദിച്ചു വാങ്ങിയല്ലേ പട്ടി. പുല്ല് ഒരു വിലയില്ല. പൊന്നു മോളെ, എങ്ങനെ പറഞ്ഞാലും നീ എൻ്റെ ഒപ്പം തന്നെ ഇരിക്കണം. പണ്ടേ നീ എൻ്റെ ഒപ്പം ഇരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചവളാ. ഇപ്പൊ കണ്ടില്ലേ, എൻ്റെ ഒപ്പം ഇരിക്കണ്ട അത്ര. ശരിയാക്കി തരാടി നിന്നെ. മാങ്ങാത്തൊലി, ഈ കുരങ്ങന്റെ ഒപ്പം ഇനി ഞാനിരിക്കണമല്ല പുല്ല്. കൊണ്ട് എന്ത് കഷ്ടം ഇത്. അപ്പൊ ഭാര്യ ഭാര്യ എന്തുവാടി പിച്ചക്കാരി പിടിക്കുന്ന പോലെ ഇരിക്കുന്നേ? എനിക്ക് പിന്നെ താൻ അങ്ങോട്ട് വിളിക്ക്. ഞാൻ ഒന്നും പറയുന്നില്ലേ, അങ്ങ് വിളിക്ക്. നിങ്ങൾ വന്നോ? ഡാഗിനിയോ?